മഞ്ജുളയുടെ കഥയാണ്. മഞ്ജുളയെ പോലെ ആവാൻ ശ്രമിക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം. ഞാൻ ഭഗവാന്റേതാണ് എന്ന് സമർപ്പിച്ച് ജീവിക്കുന്ന എത്രയോ കുട്ടികൾ, ഞാൻ അവർ ഓരോരുത്തരുടെയും കാലിൽ നമസ്കരിക്കുന്നു. മഞ്ജുളയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണം? നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ളത് ഒരു പെൺകുട്ടി ചെറിയ പ്രായം മുതൽ തന്നെ ഭഗവാന് മാല കെട്ടി കൊടുക്കാൻ തുടങ്ങി. മാല കെട്ടുന്നു, എല്ലാ ദിവസവും കൊടുക്കുന്നു, ഭഗവാനെ ചാർക്കുന്നു. ഒരു ദിവസം ചെന്നപ്പോഴേക്കും നട അടച്ചു. വളരെ വിഷമായി, കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു മഹാത്മാവ് വന്ന് പറഞ്ഞു, മോളെ കാര്യമൊന്നും വേണ്ട, സാരല്ല, നിന്റെ ഭക്തി ഭഗവാൻ കാണുന്നുണ്ട്, ഈ ആലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി മാലയിട്ടോളൂ, ഭഗവാൻ സ്വീകരിക്കും. മഞ്ജുള ആലിന്റെ ചുവട്ടിൽ മാലയിട്ടു. നടക്കട്ടെ, ആ മാല നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് എടുക്കാം. ഞാൻ ഈ മഞ്ജുള കരഞ്ഞതിനെ കുറിച്ച് പറയാറുണ്ട് പല ആളുകളും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണോ, എനിക്ക് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിയാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയതാണ്. മഞ്ജുള കരഞ്ഞത് ഒരിക്കലും എനിക്ക് ഭഗവാന് മാല ചാർത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല. നമ്മൾ അങ്ങനെയാണ് കരുതേണ്ടത് അല്ലെ? ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാന് വഴിപാട് കൊടുത്തിരുന്നു, ഇന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അയ്യോ എനിക്കുണ്ടായ ആ ഒരു വിഷമം. മഞ്ജുള അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മഞ്ജുളയുടെ ഭക്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മഞ്ജുള കരുതിയത് എല്ലാ ദിവസവും എന്റെ കണ്ണന് ഞാൻ മാല ചാർത്തി കൊടുക്കുന്നുണ്ട്, ഇന്ന് എന്റെ മാല കിട്ടാനിട്ട് എന്റെ കണ്ണന് വിഷമായിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയ മഞ്ജുള കാര്യം. അല്ലാതെ എന്റെ മാല ചാർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചല്ല. എന്റെ ഈ മാല പ്രതീക്ഷിച്ച അടുത്ത ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് എന്റെ ഈ മാല എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അയാൾക്ക് വിഷമായി, ആ വിഷമാണ് എനിക്ക്. മറ്റേതാവുമ്പോ എന്തായി? സ്വാർത്ഥത വന്നു. എന്റെ വിഷമം എന്ന് വന്നു. എന്റെ വിഷമമല്ല, ഭഗവാന്റെ വിഷമമാണ് എന്റെ വിഷമം എന്ന് തോന്നി. അതുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇവിടെ മാത്രമല്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പൊതുവിൽ ഇതിന്റെ പുരാണത്തിലില്ലാത്ത കഥകളാണ് എപ്പോഴേ പറയാൻ. നാളെ മുതൽ എന്നെ ചന്ദ്രഹാസം കൊണ്ട് വരുന്നത്. ഇതേ മാലയുമായി തിരിച്ചു പോകുന്ന മഞ്ജുള ഈ മഹാത്മാവ് പറഞ്ഞ മോളെ നീ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ ഇട്ടാലും ഭഗവാൻ സ്വീകരിക്കും. മഞ്ജുള ഈ മാലയുമായി നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ ഒരു നാടോടി ബാലനെ കണ്ടുവെന്നാണ്. വളരെയധികം ശോഷിച്ച ശരീരമുള്ള, ഒട്ടും വൃത്തിയില്ലാത്ത, എത്രയോ ദിവസമായി കണ്ടാൽ കുറിച്ചെന്ന് തോന്നുന്ന അങ്ങനെ ഒരു കുട്ടി. ഈ കുട്ടി ഇന്ന് കരയെ വഴിവത്തിൽ ഇരുന്നത് നല്ല കരച്ചിൽ. മഞ്ജുളയ്ക്ക് കയ്യിലൊന്നുമില്ല, കളിപ്പാട്ടങ്ങളൊന്നുമില്ല കൊടുക്കാൻ. മാലെടുത്ത് ആ കുട്ടിയുടെ കഴുത്തിലിട്ടു. മോനെ ഒന്ന് എടുത്തോ, ഞാനിത് ഭഗവാൻ കൊണ്ടതാണ്. പറയൂ, നിങ്ങൾ മുഖം ഇത്രയധികം ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ? എത്ര പേര് പറയുന്നു പിറ്റേന്ന് രാവിലെ നിർമ്മാല്യത്തിൽ നട തുറക്കുമ്പോൾ ഭഗവാന്റെ കഴുത്തിൽ ആ മാല ഉണ്ടാവുന്നു? ഒന്ന് കൈപ്പൊക്കൂ. ആരുമില്ലേ? കുറച്ച് തീർച്ചയാണല്ലോ. കാണുന്ന എല്ലാത്തിലും ഭഗവാനെ കാണണം എന്നുള്ളതാണ് മഞ്ജുളയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചത്. യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. എല്ലാ